എടാ മനു, ആ മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന പച്ച വയറെടുത്ത് വേഗം ആവട്ടെ, സമയമില്ല. ദാ ഇവിടെ ഉണ്ട് ചേട്ടാ, ഇത് ഞാൻ കണക്ട് ചെയ്യാം. വേണ്ട വേണ്ട, നീ ചെയ്താൽ ചിലപ്പോൾ ഷോർട്ടാവും. കഴിഞ്ഞ തവണത്തെ പോലെ പണി പാളും. ഇതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ, ഞാൻ തന്നെ ചെയ്തോളാം. അല്ല ചേട്ടാ, ഞാൻ ഇന്നലെ ജോയി ചേട്ടനോട് ഇത് ചെയ്തതാ. എനിക്ക് ചെയ്യാൻ സാരമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ മെയിൻ സ്വിച്ചിന്റെ അവിടെ പോയി നിൽക്ക്. ഞാൻ കൈ കാണിക്കുമ്പോൾ മാത്രം ഓൺ ചെയ്താൽ മതി, വേറൊന്നും തൊടാൻ നിൽക്കണ്ട. കേട്ടല്ലോ? ചെല്ലു. എടാ, ആ ജനറേറ്റർ ഇപ്പൊ തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ പോയി എടുക്കണോ? ദാ അവിടെ ഇരുന്നേ. ആ, ചായ എടുത്തു. ഏയ് വേണ്ടച്ചോ, എനിക്ക് അവിടെ കുറച്ച് പണി കൂടെ. ഈ പിള്ളേരെ ഒന്ന് ഏൽപ്പിച്ച ഒരു കാര്യവും നടക്കില്ല. എല്ലാം നീ തന്നെ ചെയ്യുവാണല്ലോ. ആ മനുവൊക്കെ അവിടെ വെറുതെ നിൽക്കുന്നത് കണ്ടു. അവനൊക്കെ ഒന്ന് ചെയ്യാൻ കൊടുത്തൂടെ? അവന്മാരെ ഏൽപ്പിച്ച എപ്പോഴാച്ചോ തീരുക? അതാ ഞാൻ തന്നെ അങ്ങ്. ഇതൊക്കെ നമ്മൾ തന്നെ നിന്നാലേ നടക്കൂ. പക്ഷെ അവന്മാരെങ്ങനെയാ പഠിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊരിക്കലൊരു പെരുന്നാളിന് ഇതേപോലെ മെയിൻ ബോർഡ് കത്തിപ്പോയപ്പോൾ ജോയിച്ചേട്ടൻ മാറി നിന്നിട്ട് ഒരു 10ാം ക്ലാസ്സുകാരനെ കൊണ്ടാ അത് ശരിയാക്കിച്ചത്. ആ പയ്യന്റെ കൈയൊക്കെ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് അന്ന് ജോയിച്ചേട്ടൻ എൻ്റെ കൂടെ തന്നെ നിന്നതുകൊണ്ടല്ലേ അച്ചോ എനിക്കത് ചെയ്യാൻ പറ്റിയത്. അതെ, കൂടെ നിൽക്കണം. പക്ഷേ അവർക്ക് ചെയ്യാൻ നമ്മൾ മാറി നിൽക്കുകയും വേണം. നമ്മളെപ്പോഴും ഇങ്ങനെ മുന്നിൽ തന്നെ നിന്നാ മതിയോടാ. അവർക്ക് വളരാൻ നമ്മൾ കുറച്ച് മാറിക്കൊടുക്കണം. അവർ മുന്നോട്ട് വരട്ടെ, നമ്മളിപ്പോൾ പുറകിൽ നിന്ന് കൈയടിച്ചാൽ മതി. പവർ ട്രിപ്പായോ? എടാ സെബിനെ, മനു, ആ പച്ച വയർ നീ പോയി കണക്ട് ചെയ്തേ. ചേട്ടാ ഞാൻ നീ തന്നെ ധൈര്യമായിട്ട് പോയി ചെയ്യും. ഞാനിവിടെ നിൽപ്പുണ്ട്. കൊള്ളാലോടാ മനു, നീ വലിയ പണിക്കാരനായല്ലോ.